ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ദ്വാദശോധ്യായം. ഇതിൽ 7ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ ദ്വാദശോധ്യായഃ. മൈത്രേയ ഉവാച. ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യവൈശസാദഭേദമന്യും ഭഗവാൻ ധനേശ്വരഃ തത്രാഗതശ്ചാരണയക്ഷകിന്നരൈः സംസ്തൂയമാനോഭ്യവദത്കൃതാഞ്ജലിം. ഭോ ഭോ ക്ഷത്രിയദായാദ പരിതുഷ്ടോസ്മി തേനഘ യസ്ത്വം പിതാമഹാദേശാദ്വൈരം ദുസ്ത്യജമത്യജ ന ഭവാനവധി യക്ഷാ ഭ്രാതരം തവ കാലേവ ഹി ഭൂതാനാം പ്രഭുരപ്യയഭാവയോ അഹം ത്വമിത്യപാർത്ഥ ധീരജ്ഞാനാത് പുരുഷസ്യ ഹി സ്വാപ്നീവാഭാത്യതധ്യാനാദ്യയാ ബന്ധവിപര്യയൗ. തദ്ഗച്ഛധ്രുവഭദ്രം തേ ഭഗവന്തമഥോക്ഷജം സർവഭൂതാത്മഭാവേന സർവഭൂതാത്മവിഗ്രഹം ഭജസ്വ ഭജനീയാം ഖ്രിമഭവ അഭവായ ഭവച്ഛിദം യുക്തം വിരഹിതം ശക്തിയാ ഗുണമയ്യാത്മമായയാ. വൃണീഹി കാമം നൃപയന്മനോഗതം മത്തസ്ത്വമൗത്താനപദേ വിശങ്കിത വരം വരാർഹോംബുജനാഭപാദയോരനന്തരം ത്വാം വയമംഗശുശ്രുമാ. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. മൈത്രേയ ഉവാച. സ രാജരാജേന വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതി ഹരൗ സവവ്രേ ചലിതാം സ്മൃതിം യയാ തരത്യയത്നേന ദുരത്യയം തമഃ. നുടിച്ചെല്ലാം. സ രാജരാജേന വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതി ഹരൗ സവവ്രേ ചലിതാം സ്മൃതിം യയാ തരന്ത്യയത്നേന ദുരത്യയം തമഃ. ഇവിടെ ആ കുബേരനാൽ ഇങ്ങനെ വരത്തിന് ചോദിക്കപ്പെട്ടവനായിരിക്കുന്ന ആ മഹാഭാഗവതനായിരിക്കുന്ന ആ ധ്രുവൻ. സധ്രുവ ഹരൗ ആ ശ്രീഹരിയിൽ നിന്നും അചഞ്ചലമായിരിക്കുന്ന സ്മരണ. ഹരൗ സവവ്രേ അചലിതാം സ്മൃതിം അചലമായിരിക്കുന്ന സ്മരണയെ വവ്രേ വരിച്ചു. യാതൊന്നുകൊണ്ട് അദ്ദേഹം ആ ദുരന്തമായിരിക്കുന്ന അജ്ഞാന അന്ധകാരത്തെ യത്നം കൂടാതെ അയത്നേന തരണം ചെയ്യണം. അപ്പോൾ ധ്രുവൻ ആ കുബേരനിൽ നിന്നും ആ ഭഗവാന്റെ അച്യുതസ്മരണ അവിരതം ഉണ്ടാവാനുള്ള ആ വരം വാങ്ങി. ആ വരം കൊണ്ട് തന്നെ അദ്ദേഹം ആ അജ്ഞാന അന്ധകാരത്തിൽ നിന്നൊക്കെ മോചിതനായിട്ട് മോക്ഷം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. രാജരാജേന കുബേരനാൽ വരായ വരത്തിന് ചോദിക്കപ്പെട്ടവനായ മഹാമതിഹി മഹാമനസ്കനും മഹാഭാഗവത ഭാഗവതോത്തമനും ആയ സഹ ധ്രുവ ആ ധ്രുവൻ ഹരൗ ശ്രീഹരിയിൽ നിന്നും അചലിതാം അചഞ്ചലമായ സ്മൃതിം സ്മരണയെ വവ്രേ വരിച്ചു. യാതൊന്നുകൊണ്ട് സഹ അദ്ദേഹം ദുരത്യയം ദുരന്തമായ തമഹ അജ്ഞാനാന്ധകാരത്തെ അയത്നേന യത്നം കൂടാതെ തരണം ചെയ്യുന്നു. എന്നുകൂടി പറയാം. രാജരാജേന ആ കുബേരനാൽ വരായ വരത്തിന് ചോദിക്കപ്പെട്ടവനായിരിക്കുന്ന മഹാമതി മഹാമനസ്കനും മഹാഭാഗവത ഭാഗവതോത്തമനും ആയിരിക്കുന്ന സഹ ധ്രുവ ആ ധ്രുവൻ ഹരൗ ശ്രീഹരിയിൽ അചലിതാം അചഞ്ചലമായ സ്മൃതിം സ്മരണയെ വവ്രേ വരിച്ചു. യാതൊന്നുകൊണ്ട് സഹ അദ്ദേഹം ദുരത്യയം ദുരന്തമായ തമഹ ജ്ഞാന അന്ധകാരത്തെ അയത്നേന യത്നം കൂടാതെ തരണം ചെയ്യണം. ഇതിൽ തന്വയം വന്നിട്ട് രാജരാജേന വരായ ചോദിതഃ മഹാമതിഃ മഹാഭാഗവതഃ സഹ ധ്രുവഃ ഹരൗ അചലിതാം സ്മൃതിം വവ്രേ യയാ സഹ ദുരത്യയം തമഃ അയത്നേന തരതി. ഒന്നുകൂടി പറയാം.
രാജരാജേന വരായ ചോദിതഃ മഹാമതിഃ മഹാഭാഗവതഃ സഹ ധ്രുവഃ ഹരൗ അചലിതാം സ്മൃതിം വവ്രേ യയാ സഹ ദുരത്യയം തമഃ അയത്നേന തരതി. കുബേരനാൽ വരത്തിന് ചോദിക്കപ്പെട്ടവനായിരിക്കുന്ന മഹാമനസ്കനും ഭാഗവതോത്തമനുമായിരിക്കുന്ന ആ ധ്രുവൻ ശ്രീഹരിയിൽ അചഞ്ചലമായിരിക്കുന്ന സ്മരണയെ വരിച്ചു. യാതൊന്നുകൊണ്ട് അദ്ദേഹം ആ ദുരന്തമായിരിക്കുന്ന അജ്ഞാനാന്ധകാരത്തെ യത്നം കൂടാതെ തരണം ചെയ്യണു. ആ ഭാഗവതോത്തമനും മഹാനുഭാവനുമായിരിക്കുന്ന ധ്രുവൻ ആ വൈശ്രവണാൽ വരം ചോദിക്കപ്പെട്ടവനായി സാധാരണഗതിയിൽ മറുകര കടക്കാൻ പ്രയാസമുള്ള അജ്ഞാന അന്ധകാരത്തെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ ഉപകരിക്കുന്ന ശ്രീഹരിയുടെ തൃപ്പാദങ്ങളിൽ അചഞ്ചലമായിരിക്കുന്ന സ്മരണ ഉണ്ടാകണമെന്ന് വരം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ മഹാമതിയും പരമഭക്തനുമായിരിക്കുന്ന ആ ധ്രുവൻ കുബേരനാൽ ഇങ്ങനെ വരം വാങ്ങുവാൻ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് ആ ഭഗവാന്റെ നിരന്തര സ്മരണ വരമായിട്ട് വരിച്ചു. ഭഗവത് സ്മൃതി കൊണ്ട് ജനങ്ങൾക്ക്, സാധാരണ വ്യക്തികൾക്ക് കടക്കാൻ കഴിയാത്ത ആ അജ്ഞാന തമസ് തരണം ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. കുബേരൻ ആ അഭീഷ്ടവരം വരിക്കാൻ ആയിട്ട് പ്രേരിപ്പിക്കപ്പെട്ട ധ്രുവൻ മഹാബുദ്ധിമാനും മഹാഭക്തനും ആയതുകൊണ്ട് അന്യോപായത്താൽ കടക്കാൻ കഴിയാത്തതായിരിക്കുന്ന അജ്ഞാനത്തെ നിഷ്പ്രയാസം കടക്കുവാൻ സഹായിക്കുന്നതായിരിക്കുന്ന ആ ഹരിഭക്തിക്ക് ഇളക്കം കൂടാതെ ഇരിപ്പാൻ അനുഗ്രഹിക്കണേ എന്ന വരം അപേക്ഷിച്ചു. അപ്പോൾ ഇതിൽ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം നമുക്ക്. വ്യാഖ്യാനത്തിൽ ഇവിടെ പറയണത് ഹരവു ഭക്തിയും കുറുവ ഗച്ഛ ഹേ ധ്രുവ മത്തോ വരം വരയ. ആ വരം എന്താണ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ മൈത്രേയം പറയണം. മൈത്രേയ വാച ഹേ വിദുര തഥാ ധ്രുവോ. അപ്പോൾ ആ ധ്രുവൻ ഹരാവചലാം ഹരിയിൽ അചലമായിരിക്കുന്ന സ്മൃതിയെ വവ്രേ വരിച്ചു. യയാ തമസ്തരതി. അതുകൊണ്ട് ആ ജ്ഞാനാന്ധകാരത്തെ തരണം ചെയ്തു. തഥാ ധ്രുവോ ഹരാവചലാം സ്മൃതിം വവ്രേ യയാ തമസ്തരതി. ഒന്നും കൂടി പറയാം. തഥാ ധ്രുവോ. അപ്പോൾ ആ ധ്രുവൻ ഹരാവചലാം ഹരിയിൽ അചലമായിരിക്കുന്ന സ്മൃതിം വവ്രേ സ്മൃതിയെ സ്മരണയെ വരിച്ചു. വവ്രേ യഥാ തമസ്തരതി. യയാ അതുകൊണ്ട് ആ തമസ്സിനെ തരണം ചെയ്തു. തഥാ ധ്രുവോ ഹരാവചലാം സ്മൃതിം വവ്രേ യയാ തമസ്തരതി. ഇതാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. അടുത്ത ശ്ലോകം നോക്കാം. അപ്പോൾ അടുത്ത ശ്ലോകം രാജരാജൻ എന്നാൽ ആ വൈശ്രവണൻ എന്നാണ് അർത്ഥം. രാജരാജ കുബേരേപി സാർവഭൗമേ സുധാകരേ എന്ന് മേദിനി വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ രാജരാജൻ എന്ന് പറയുന്നത് കുബേരനാണ് അർത്ഥം. തസ്യ പ്രീതേന മനസാ താം ദത്വൈഡവിടസ്തത പശ്യതോ അന്തർദധേ സോപി സ്വപുരം പ്രത്യപദ്യത. തസ്യ പ്രീതേന മനസാ ആ കുബേരൻ്റെ ആ പ്രീതമായിരിക്കുന്ന മനസ്സുകൊണ്ട്, പ്രീതിയോടുകൂടിയ മനസ്സോടെ ആ കുബേരൻ
ദത്വൈ കൊടുത്തു, ദത്വൈടവിടസ്തത ഇടവിടസ്തത ഐടവിട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവിടയുടെ പുത്രൻ. ഇടവിടയുടെ പുത്രനാണ് ആ കുബേരൻ. കുബേരനാൽ പ്രീതിപ്പെട്ടിട്ട് തസ്യ പ്രീതേന മനസാ താം ദത്വ ഐടവിടസ്തത പശ്യതോ അന്തർദധേ, ആ മനസ്സോടെ അത് കൊടുത്ത് തതഹ അതിൽ പിന്നെ അദ്ദേഹം നോക്കി നിൽക്കേ, ആ കുബേരൻ നോക്കി നിൽക്കേ അന്തർദധേ അന്തർധാനം ചെയ്തു. അപ്പോൾ അതിൽ നോക്കി നിൽക്കേ, ധ്രുവൻ നോക്കി നിൽക്കേ ആ കുബേരൻ അവിടെ അന്തർധാനം ചെയ്തു. സ അപി ധ്രുവനും സ്വപുരം സ്വന്തം ആ പുരത്തിലേക്ക് പ്രത്യപദ്ധ്യത തിരിച്ചുപോയി. അപ്പോൾ ഈ വരം വാങ്ങിച്ചിട്ട് കുബേരനാൽ കൊടുത്ത ഈ വരം വാങ്ങിച്ചിട്ട് ആ ധ്രുവൻ തൻ്റെ രാജധാനിയിലേക്കും പോയി. കുബേരൻ അവിടെ അന്തർധാനം ചെയ്തു. അവിടെ പ്രത്യക്ഷപ്പെട്ട കുബേരൻ അവിടെ തന്നെ അന്തർധാനം ചെയ്തു. ഐടവിടഹ ഇടവിടയുടെ പുത്രൻ ആണ് കുബേരൻ. ഇടവിടയുടെ പുത്രൻ ആണ് കുബേരൻ. പ്രീതേന പ്രീതിയോടുകൂടിയ മനസ്സോടെ താം ദത്വ അത് കൊടുത്തു. ആ വരം ചോദിച്ച വരം കൊടുത്തു. അച്യുതനിലുള്ള ആ അവിചലമായിട്ടുള്ള ഭക്തിയെ കൊടുത്ത് തതഹ അതിൽ പിന്നെ തസ്യ പശ്യത അദ്ദേഹം നോക്കി നിൽക്കേ അന്തർദധേ അന്തർധാനം ചെയ്തു. അവിടെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ആ കുബേരൻ അവിടെ അന്തർധാനം ചെയ്തു അർത്ഥം. സഹ അപി ധ്രുവനും അസ്വപുരം സ്വന്തം പുരത്തിലേക്ക് പ്രത്യപദ്ധ്യത തിരിച്ചുപോയി. എന്നുകൂടി പറയാം. ഐടവിടഹ ഇടവിടയുടെ പുത്രനായിരിക്കുന്ന കുബേരൻ പ്രീതേന പ്രീതിയോടുകൂടിയ മനസ്സോടെ താം ദത്വ അത് കൊടുത്ത് തതഹ അതിൽ പിന്നെ തസ്യ പശ്യത അദ്ദേഹം നോക്കി നിൽക്കേ അന്തർദധേ അന്തർധാനം ചെയ്തു. സഹ അപി ധ്രുവനും സ്വപുരം സ്വന്തം പുരത്തിലേക്ക് പ്രത്യപദ്ധ്യത തിരിച്ചുപോയി. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ഐടവിടഹ പ്രീതേന മനസാ താം ദത്വ തത തസ്യ പശ്യത അന്തർദധേ സ അപി സ്വപുരം പ്രത്യപദ്ധ്യത. എന്നുകൂടി പറയാം. ഐടവിടഹ പ്രീതേന മനസാ താം ദത്വ തതഃ തസ്യ പശ്യതഃ അന്തർദധേ സഹ അപി സ്വപുരം പ്രത്യപദ്ധ്യത. അതായത് ഇടവിടയുടെ പുത്രനായിരിക്കുന്ന കുബേരൻ പ്രീതിയോടുകൂടിയ മനസ്സോടെ ആ വരം കൊടുത്ത് അതിൽ പിന്നെ അദ്ദേഹം ആ ധ്രുവൻ നോക്കി നിൽക്കെ അന്തർധാനം ചെയ്തു. ധ്രുവനും സ്വന്തം രാജധാനിയിലേക്ക് തിരിച്ചുപോയി. ധ്രുവനിൽ സന്തുഷ്ടനായിരിക്കുന്ന കുബേരൻ ധ്രുവന് അചഞ്ചലമായിരിക്കുന്ന ആ ഭഗവത് ഭക്തി ഉണ്ടാവാൻ അനുഗ്രഹിച്ച് ധ്രുവൻ നോക്കി നിൽക്കെ അന്തർധാനം ചെയ്തു. ധ്രുവൻ തൻ്റെ രാജധാനിയിലേക്ക് മടങ്ങുകയും ചെയ്തു. അപ്പോൾ കുബേരൻ സന്തുഷ്ടചിത്തത്തോടെ ആ വരം കൊടുത്ത് അദ്ദേഹം നോക്കി നിൽക്കെ തന്നെ മറഞ്ഞു. ധ്രുവനും സ്വനഗരിയിലേക്ക് പോയി. സ്വന്തം നഗരത്തിലേക്ക് ധ്രുവനും പോയി എന്നർത്ഥം. അപ്പോൾ ഇടവിടയുടെ പുത്രനായിരിക്കുന്ന കുബേരൻ ആ പ്രീതിപൂർവം ആ ധ്രുവന് അചഞ്ചലയായ ആ ഹരിഭക്തി ഭവിക്കട്ടെ എന്നുള്ള ആ വരം കൊടുത്ത ശേഷം അവൻ നോക്കിയിരിക്കെ തന്നെ അവിടെ നിന്നും മറഞ്ഞു. ധ്രുവനും സ്വരാജധാനിയെ പ്രാപിച്ചു. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. കുബേര പ്രീതേന മനസാ കുബേരൻ പ്രീതിയോടുകൂടിയ മനസ്സോട് കൂടിയിട്ട് തഥേത്യുക്തുവ അന്തർദധേ അതുപോലെ തന്നെ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞിട്ട് അന്തർദധേ അവിടെ അന്തർധാനം ചെയ്തു. ധ്രുവോ അഭി സ്വപുരം യയൗ ധ്രുവൻ ആ സ്വന്തം രാജധാനിയിലേക്ക് പോയി. ഒന്നുകൂടി പറയാം. കുബേര പ്രീതേന മനസാ കുബേരൻ പ്രീതിയുള്ള മനസ്സോട് കൂടിയിട്ട് തഥേത്യുക്തുവ അതുപോലെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് അന്തർദധേ തഥേത്യുക്തുവാന്തർദധേ ധ്രുവോപി ധ്രുവനും സ്വപുരേ സ്വന്തം രാജധാനിയിലേക്ക് യയൗ പോയി. അപ്പോൾ കുബേര പ്രീതേന മനസാ തഥേത്യുക്തുവാന്തർദധേ ധ്രുവോപി സ്വപുരം യയൗ എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 10ാമത്തെ ശ്ലോകം. അഥായജത യജ്ഞേശം ക്രതുഭിർഭൂരിദക്ഷിണൈ
ദ്രവ്യക്രിയാദേവതാനാം കർമ്മകർമ്മഫലപ്രദം അഥായജത യജ്ഞേശം ക്രതുഭിർഭൂരിദക്ഷിണൈഃ ദ്രവ്യക്രിയാദേവതാനാം കർമ്മകർമ്മഫലപ്രദം. അനന്തരം പിന്നീട് ആ ദ്രവ്യം അതുപോലെ ദ്രവ്യം, ക്രിയ, ദേവതകൾ എന്നിവയോട് കൂടിയിട്ട് ധാരാളം ദക്ഷിണകളോടുകൂടി ദക്ഷിണകൾ ചെയ്തു ആ ധ്രുവൻ അനവധി. അനന്തരം ദ്രവ്യം, ദേവതകൾ എന്നിവയോടെ, അതായത് ധനവും ആ നല്ല ഗുണങ്ങളോടും കൂടിയിട്ട് ദേവതകളോട് ദക്ഷിണ ധാരാളം ദക്ഷിണകളോട് കൂടിയ ആ കർമ്മഫലത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മസ്വരൂപനായിരിക്കുന്ന ആ യജ്ഞമൂർത്തിയെ, ആ ഭഗവാനെ ക്രതുഭി യജ്ഞങ്ങളാൽ, അനവധി യജ്ഞങ്ങളാൽ അയജത യജിച്ചു. ആ ധ്രുവൻ അനവധി യജ്ഞങ്ങളെ കൊണ്ട് ആ ഭഗവാനെ പിന്നീട് യജിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അഥ ആയജത യജ്ഞേശം ക്രതുഭിർഭൂരിദക്ഷിണൈഃ ദ്രവ്യക്രിയാദേവതാനാം കർമ്മഫലപ്രദം. പദങ്ങൾ അഥ അനന്തരം ദ്രവ്യക്രിയാദേവതാനാം ദ്രവ്യം, ക്രിയ, ദേവതകൾ എന്നിവയോടെ ഭൂരിദക്ഷിണൈഃ ധാരാളം ദക്ഷിണകളോടുകൂടിയ, അനവധി ദക്ഷിണകളോടുകൂടിയ കർമ്മത്തെ ചെയ്തു. കർമ്മഫലപ്രദം കർമ്മഫലത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മസ്വരൂപനായിരിക്കുന്ന യജ്ഞേശം യജ്ഞമൂർത്തിയെ ക്രതുഭിഹി യജ്ഞങ്ങളാൽ, ക്രതുഭിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞങ്ങളാൽ അയജത യജിച്ചു. എന്നും കൂടി പറയാം. അഥ അനന്തരം ദ്രവ്യക്രിയാദേവതാനാം ദ്രവ്യം, ക്രിയ, ദേവതകൾ എന്നിവയോടെ ഭൂരിദക്ഷിണൈഃ ധാരാളം ദക്ഷിണകളോട് കൂടിയിരിക്കുന്ന കർമ്മഫലപ്രദം കർമ്മഫലത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മസ്വരൂപനായിരിക്കുന്ന യജ്ഞേശം ആ യജ്ഞമൂർത്തിയെ ക്രതുഭിഹി യജ്ഞങ്ങളാൽ അയജത യജിച്ചു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് അഥ ദ്രവ്യക്രിയാദേവതാനാം ഭൂരിദക്ഷിണൈഃ കർമ്മഫലപ്രദം യജ്ഞേശം ക്രതുഭിഹി അയജത. ഒന്നുകൂടി പറയാം. അഥ ദ്രവ്യക്രിയാദേവതാനാം ഭൂരിദക്ഷിണൈഃ കർമ്മഫലപ്രദം യജ്ഞേശം ക്രതുഭിഹി അയജത. അനന്തരം ദ്രവ്യം, ക്രിയ, ദേവതകൾ എന്നിവയോടെ ധാരാളം ദക്ഷിണകളോട് കൂടിയിരിക്കുന്ന ആ കർമ്മഫലത്തെ പ്രദാനം ചെയ്യുന്ന കർമ്മസ്വരൂപനായിരിക്കുന്ന ആ യജ്ഞമൂർത്തിയെ യജ്ഞങ്ങളാൽ യജിച്ചു അധ്രുവൻ എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം ആ ദ്രവ്യങ്ങൾ, ക്രിയകൾ, ദേവതകൾ എന്നിവ കൊണ്ട് സാധ്യമായിരിക്കുന്ന ആ കർമ്മസ്വരൂപനും സർവകർമ്മ ഫലപ്രദനും യജ്ഞേശ്വരനുമായിരിക്കുന്ന ഭഗവാനെ വലിയ ദക്ഷിണകളോട് കൂടിയ യജ്ഞങ്ങളെ കൊണ്ട് പ്രസാദിപ്പിച്ചു. ഇവിടെ അതിൽ പിന്നെ ആ ധ്രുവൻ ദേഹേന്ദ്രിയ മനോവ്യാപാരങ്ങളുടെ ആ ഫലങ്ങളെ നൽകുന്ന ഈശ്വരനെ ആ യാഗങ്ങൾ കൊണ്ട് ആരാധിച്ചു. ആ യാഗങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആ കർമ്മകർത്താക്കന്മാർക്ക് വിധിപ്രകാരമുള്ള ദക്ഷിണകളേക്കാൾ അധികം ദക്ഷിണകൾ അനവധി നൽകി അവരെ തൃപ്തിപ്പെടുത്തി. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് അഥ ധ്രുവോ ഭൂരിദക്ഷിണ, പിന്നീട് ആ ധ്രുവൻ അനവധി ദക്ഷിണകളോടുകൂടി യജ്ഞങ്ങളാൽ കൂടിയ യജ്ഞങ്ങളാൽ ഹരിം അയജത് ആ ഹരിയെ യജിച്ചു. അഥ ധ്രുവോ, പിന്നീട് ഇപ്രകാരം ആ ധ്രുവൻ ഭൂരിദക്ഷിണൈർ ഹരിം അയജത് ഭൂരിദക്ഷിണ അനവധി ദക്ഷിണകളോടുകൂടിയ യജ്ഞങ്ങൾ ചെയ്ത് ആ ഹരിം അയജൽ ഹരിയെ യജ്ഞം കൊണ്ട് ഹരിയെ യജിച്ചു, ഹരിക്ക് എല്ലാം സമർപ്പണം ചെയ്തു എന്നർത്ഥം. അഥ ധ്രുവോ ഭൂരിദക്ഷിണൈർ ഹരിം അയജൽ. അഥ ധ്രുവോ ഭൂരിദക്ഷിണൈർ ഹരിമയജത് എന്നുള്ളതാണ് വ്യാഖ്യാനം വരിക. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം.
11-ാമത്തെ ശ്ലോകം. സർവാത്മന്യച്യുതേ സർവേ തീവ്രൗഘാം ഭക്തിമുദ്വഹൻ ദദർശാത്മനി ഭൂതേഷു തമേവാവസ്ഥിതം വിഭും. സർവാത്മന്യച്യുതേ സർവേ തീവ്രൗഘാം ഭക്തിമുദ്വഹൻ ദദർശാത്മനി ഭൂതേഷു തമേവാവസ്ഥിതം വിഭും. അപ്പോൾ ആ സർവാത്മാവും ആ സർവോപാധിരഹിതനും ആയിരിക്കണ ആ ഭഗവാനിൽ ആ ശക്തമാവണ്ണം ആ വർദ്ധിച്ച ആ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നിലും അതുപോലെ എല്ലാ ജീവരാശികളിലും ഭൂതങ്ങളിലും ആ സ്ഥിതി ചെയ്യണ ആ സർവേശ്വരനായിരിക്കുന്ന വിഭുവിനെ മാത്രം ദർശിച്ചു എന്നതാണ്. സർവാത്മന്യച്യുതേ സർവേ, എല്ലാത്തിലും ആ ഭഗവാനെ അച്യുതനെ ദർശിച്ചു. തീവ്രൗഘാം ഭക്തിമുദ്വഹൻ, ആ വർദ്ധിച്ച ഭക്തിയെ വളരെ ശക്തിയാകും വണ്ണം മുറുകെ പിടിച്ചു എന്ന്. തീവ്രൗഘാം ഭക്തിമുദ്വഹൻ പിടിച്ച് ദദർശാനി കണ്ടു. ഭൂതേഷു സർവഭൂതങ്ങളിലും തമേവ അവസ്ഥിതം, ആ ഭഗവാൻ ഇരിക്കുമ്പോൾ വിഭു അവിടെയെല്ലാം വിളങ്ങണ ആ വിഭുവിനെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. സർവാത്മനി, സർവാത്മാവും, അസർവേ, സർവോപാധിരഹിതനും ആയ. അസർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവോപാധിരഹിതൻ ആയിരിക്കുന്ന അച്യുതേ ആ ഭഗവാനിൽ, തീവ്രൗഘാം ശക്തമാവണ്ണം വർദ്ധിച്ച അർത്ഥം, ഭക്തിം ആ ഭക്തിയെ, ഉദ്വഹൻ മുറുകെ പിടിച്ചുകൊണ്ട്, ആത്മനി തന്നിലും, ഭൂതേഷു ച എല്ലാ ജീവരാശികളിലും, അവസ്ഥിതം സ്ഥിതി ചെയ്യുന്ന, തം വിഭും ഏവ ആ സർവേശ്വരനെ മാത്രം ദർശിച്ചു. വേറെ ആരെയും കണ്ടില്ല എന്നർത്ഥം. മുഴുവൻ ആ ഭഗവന്മയമായിട്ട് കണ്ടു എന്നർത്ഥം. സർവാത്മനി സർവാത്മാവും, അസർവേ സർവോപാധിരഹിതനും ആയിരിക്കുന്ന അച്യുതേ ആ ഭഗവാനിൽ, തീവ്രൗഘാം ശക്തമാം വണ്ണം വർദ്ധിച്ച ഭക്തിം ഭക്തിയെ, ഉദ്വഹൻ മുറുകെ പിടിച്ചുകൊണ്ട്, ആത്മനി തന്നിലും, ഭൂതേഷു ച എല്ലാ ജീവരാശികളിലും, അവസ്ഥിതം സ്ഥിതി ചെയ്യുന്ന, തം വിഭും ഏവ ആ സർവേശ്വരനെ മാത്രം ദർശിച്ചു. അപ്പോൾ അതിൽ തന്വയം വന്നിട്ട് സർവാത്മനി അസർവേ അച്യുതേ തീവ്രൗഘാം ഭക്തിം ഉദ്വഹൻ ആത്മനി ഭൂതേഷു ച അവസ്ഥിതം തം വിഭും ഏവ ദദർശ. എന്നുകൂടി പറയാം. സർവാത്മനി അസർവേ അച്യുതേ തീവ്രൗഘാം ഭക്തിം ഉദ്വഹൻ ആത്മനി ഭൂതേഷു ച അവസ്ഥിതം തം വിഭും ഏവ ദദർശ. സർവാത്മാവും സർവോപാധിരഹിതനും ആയിരിക്കുന്ന ഭഗവാനിൽ ശക്തമാവണ്ണം വർദ്ധിച്ച ആ ഭക്തിയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നിലും എല്ലാ ജീവരാശികളിലും ആ സ്ഥിതി ചെയ്യുന്ന ആ സർവേശ്വരനെ മാത്രം ദർശിച്ചു. അപ്പോൾ സർവാത്മാവും സർവോപാധിരഹിതനും ഭക്തവത്സലനുമായിരിക്കുന്ന അച്യുതനിൽ ശക്തിയോടെ അനുദിനം വർദ്ധിച്ചു വരുന്ന ഭക്തി വഹിച്ചുകൊണ്ട് തന്നിലും സർവപ്രാണികളിലും സർവദാ സ്ഥിതി ചെയ്യുന്ന ആ ഭഗവാനെ തന്നെ സർവത്ര ദർശിച്ചു. ഭഗവതർപ്പണ ബുദ്ധ്യാ ചെയ്ത കർമ്മം നിമിത്തം ആ ശുദ്ധ അന്ധഃകരണനായതുകൊണ്ട് സർവഭൂതങ്ങളിലും ആത്മസ്വരൂപനായും പരിപൂർണനായും ഇരിക്കുന്ന ആ ഭഗവാനിൽ നിരന്തരമായ ഭക്തിയുണ്ടായി. അങ്ങനെ തന്നിലും ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന ആ ഭഗവാനെ തന്നെ സർവത്ര ആ ധ്രുവൻ ദർശിച്ചു എന്നുള്ളതാണ് ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ ഹരൗ ഭക്തിം കുറുവൻ, ആ ഹരിയെ ഭക്തിയോടെ സമർപ്പണം ചെയ്തിട്ട്, സർവഭൂതേഷു സർവഭൂതങ്ങളിലും, ആത്മനി ആ ഭഗവാനെ ച സ്ഥിതം ആ ആത്മാവിൽ സ്ഥിതി ചെയ്യുന്ന ആ വിഭുവിനെ ദർശിച്ചു. ഹരൗ ഭക്തിം കുറുവൻ, ഹരിയിൽ ആ ഭക്തിയെ വേണ്ട വിധത്തിൽ ഭക്തിയെ ചെയ്തിട്ട്, ഭൂതേഷു ആത്മനി സർവഭൂതങ്ങളുടെയും ആത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ വിഭുവിനെ ദദർശ. ഹരൗ ഭക്തിം കുറുവൻ സർവഭൂതേഷു ആത്മനി ച സ്ഥിതം വിഭും ദദർശ. എന്നുകൂടി പറയാം. ഹരൗ ഭക്തിം കുറുവൻ സർവഭൂതേഷു ആത്മനി ച സ്ഥിതം വിഭും ദദർശ. അതാണ്
ആ 11ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം വരിക. ഇനി നമുക്ക് അടുത്ത ശ്ലോകം 12ാമത്തെ ശ്ലോകം നോക്കാം. തമേവ ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം മേനിരേ പിതരം പ്രജാ. തമേവ ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം മേനിരേ പിതരം പ്രജാ. പ്രജകൾ ശീലസമ്പന്നം, പ്രജകൾ നല്ല ശീലം ഉള്ളവനും അതുപോലെ ആ ബ്രാഹ്മണ ഭക്തനും ദീനരിൽ കൃപയുള്ളവനും ആ ധർമ്മമര്യാദകളുടെ പാലകനും ആയിരിക്കുന്ന ആ ധ്രുവനെ പിതരം പിതാവായിട്ട് കരുതിപ്പോന്നു. പ്രജകൾ, അവിടുത്തെ പ്രജകൾ, ആ ധ്രുവൻ ആ രാജ്യത്തിലെ പ്രജകൾ തമേവം ശീലസമ്പന്നം, ആ രാജാവിന് നല്ല ശീലമുള്ളവനും നല്ല സ്വഭാവമുള്ളവനും ബ്രഹ്മണ്യം, ആ ബ്രഹ്മണ്യം ബ്രാഹ്മണ ഭക്തനും ദീനവത്സലം ദീനന്മാരിൽ കൃപയുള്ളവനും അതുപോലെ ധർമ്മസേതൂനാം ധർമ്മമര്യാദകളുടെ പാലകനും ഗോപ്താരം പാലകനും തം ഏവ അങ്ങനെ അദ്ദേഹത്തെ പിതരം അവരുടെ പിതാവായിട്ട് മേനിരെ കരുതിപ്പോന്നു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് പ്രജാഹ ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ധർമ്മസേതൂനാം ഗോപ്താരം തം ഏവ പിതരം മേനിരേ. എന്നുകൂടി പറയാം. പ്രജാഹ ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ധർമ്മസേതൂനാം ഗോപ്താരം തം ഏവ പിതരം മേനിരേ. പ്രജകൾ നല്ല ശീലമുള്ളവനും ബ്രാഹ്മണഭക്തനും ദീനരിൽ കൃപയുള്ളവനും ധർമ്മമര്യാദകളുടെ പാലകനും ആയിരിക്കുന്ന അദ്ദേഹത്തെ തന്നെ പിതാവായിട്ട് കരുതിപ്പോന്നു. അപ്പോൾ അനന്തരം ആ ധ്രുവൻ ദ്രവ്യം കർമ്മം ദേവത എന്നിവയെ കൊണ്ട് സാധ്യമായിരിക്കുന്ന കർമ്മസ്വരൂപനും കർമ്മഫലപ്രദനും യജ്ഞമൂർത്തിയുമായിരിക്കുന്ന ഭഗവാനെ അനേകം ദക്ഷിണകളോടുകൂടിയ യജ്ഞങ്ങളാൽ യജിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ സർവചരാചരാത്മാവും അതേസമയം സർവോപാധിരഹിതനും ആയിരിക്കുന്ന തന്ത്രിവടിയാൽ അചഞ്ചലമായിരിക്കുന്ന ഭക്തി കൈക്കൊണ്ട ധ്രുവൻ തന്നിലും സർവഭൂതങ്ങളിലും ആ മഹാപ്രഭുവായിരിക്കുന്ന ഭഗവാനെ തന്നെ ദർശിച്ചു എന്നും പറഞ്ഞു. അങ്ങനെ ഇപ്രകാരം ആ സദ്ഗുണശീലനും ബ്രഹ്മത്തിലും ബ്രാഹ്മണരിലും ഭക്തനും ദീനരിൽ കരുണയുള്ളവനും ധർമ്മത്തിൻ്റെ അതിർവരമ്പുകൾ കാത്തുരക്ഷിക്കുന്നവനുമായിരിക്കുന്ന ആ ധ്രുവചക്രവർത്തിയെ പ്രജകൾ സ്വന്തം അച്ഛനെ പോലെ കരുതി ാണ് പറയുന്നത്. അപ്പോൾ ശീലസമ്പന്നനും ബ്രഹ്മജ്ഞാനികളുടെ ഭക്തനും ദീനവത്സലനും ധർമ്മമര്യാദാരക്ഷകനും ആയിരിക്കുന്ന ആ ധ്രുവനെ പ്രജകൾ സ്വന്തം പിതാവായിട്ട് കരുതി. അപ്പോൾ ഇപ്രകാരം ആ ഭഗവത് ഭക്തിയും ബ്രാഹ്മണ ഭക്തിയും ദീനരിൽ കാരുണ്യവും വർണ്ണാശ്രമാദി മര്യാദകളെ തെറ്റാതെ പാലിക്കുന്നവനും ശക്തിയും തികഞ്ഞിരിക്കുന്ന ആ മഹാരാജാവായ ധ്രുവനെ പ്രജകൾ അവരുടെ പിതാവാണെന്ന് തന്നെ വിചാരിച്ചു വന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 13ാമത്തെ ശ്ലോകം. षट्त्रिंशद्वर्षसाहस्रं शशास क्षितिमण्डलं भोगैः पुण्यक्षयं कुर्वन् अशुभक्षयं. षट्त्रिंशद्वर्षसाहस्रं शशास क्षितिमण्डलं भोगैः पुण्यक्षयं कुर्वन् अशुभक्षयं. അപ്പോൾ അദ്ദേഹം എത്ര കാലം രാജ്യം ഭരിച്ചു എന്നാണ് പറഞ്ഞത്? 36,000 സംവത്സരം. ത്രിംശ 36,000 വർഷസാഹസ്രം 36,000 സംവത്സരം കാലം ക്ഷിതിമണ്ഡലം ശശാസ ആ ഭൂമിയെ ഭരിച്ചു. ഭോഗൈഹി ആ ഭോഗങ്ങളൊക്കെ അനുഭവിച്ചു. ഭോഗാനുഭവങ്ങളാൽ പുണ്യക്ഷയം ആ പുണ്യത്തിൻ്റെ ക്ഷയം. അഭോഗൈഹി ഭോഗങ്ങളെ ഉപേക്ഷിച്ച് ആ അശുഭക്ഷയം പാപത്തിൻ്റെ ക്ഷയം. പുണ്യക്ഷയം പുണ്യത്തിൻ്റെ ക്ഷയവും അതുപോലെ അഭോഗങ്ങളെ ഉപേക്ഷിച്ച് വന്നിട്ടുള്ള അശുഭത്തിൻ്റെ പാപത്തിൻ്റെ ക്ഷയവും വരുത്തി. അതെല്ലാം ചെയ്തുകൊണ്ട് ആ 36,000
സംവത്സരക്കാലം ഈ ഭൂമിയെ ഭരിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. षट्त्रिंशत् वर्षसाहस्रं शशास क्षितिमण्डलं भोगैः पुण्यक्षयं कुर्वन् अभोगैः अशुभक्षയം. അപ്പോൾ ഭോഗൈഹി ആ ചില ഭോഗാനുഭവങ്ങളെ പുണ്യക്ഷയം, ആ പുണ്യത്തിൻ്റെ ക്ഷയം, ചില ഭോഗാനുഭവങ്ങളെ കൊണ്ട് പുണ്യത്തിൻ്റെ ക്ഷയം ഉണ്ടാവണം. അതുപോലെ അഭോഗൈഹി ചില ഭോഗങ്ങൾ ഉപേക്ഷിച്ച് കൊണ്ട് ആ അശുഭത്തിൻ്റെ ക്ഷയം, പാപത്തിൻ്റെ ക്ഷയം കുറുവൻ വരുത്തിക്കൊണ്ട് ആ षट्त्रिंशत् വർഷസാഹസ്രം 36,000 സംവത്സരക്കാലം ക്ഷിതിമണ്ഡലം അദ്ദേഹം ആ ഭൂമണ്ഡലത്തെ ശശാസ ഭരിച്ചു. എന്നുകൂടി പറയാം. അതിലത്തെ പദങ്ങൾ ഭോഗൈഹി ചില ഭോഗാനുഭവങ്ങളാൽ, പുണ്യക്ഷയം പുണ്യത്തിൻ്റെ ക്ഷയവും, അഭോഗൈഹി ചില ഭോഗങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് അശുഭക്ഷയം പാപത്തിൻ്റെ ക്ഷയവും കുറുവൻ വരുത്തിക്കൊണ്ട് षट्त्रिंशत् വർഷസാഹസ്രം 36,000 സംവത്സരക്കാലം ധ്രുവൻ ക്ഷിതിമണ്ഡലം ആ ഭൂമണ്ഡലത്തെ ശശാസ ഭരിച്ചു. ഇതിലത്തെ അന്വയം വന്നിട്ട് ഭോഗൈഹി പുണ്യക്ഷയം അഭോഗൈഹി അശുഭക്ഷയം കുറുവൻ षट्त्रिंशत् വർഷസാഹസ്രം ക്ഷിതിമണ്ഡലം ശശാസ. എന്നുകൂടി പറയാം. ഭോഗൈഹി പുണ്യക്ഷയം അഭോഗൈഹി അശുഭക്ഷയം കുറുവൻ षट्त्रिंशत् വർഷസാഹസ്രം ക്ഷിതിമണ്ഡലം ശശാസ. ക്ഷിതിമണ്ഡലം പറഞ്ഞ പോലെ തന്നെ ഭോഗാനുഭവങ്ങളാൽ ആ പുണ്യക്ഷയവും അഭോഗങ്ങളെ കൊണ്ട് ചില ഭോഗങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് അഭോഗങ്ങളെ കൊണ്ട് അശുഭക്ഷയവും പാപത്തിൻ്റെ ക്ഷയവും വരുത്തിക്കൊണ്ട് ധ്രുവൻ 36,000 വർഷക്കാലം സംവത്സരക്കാലം ഈ ഭൂമിയെ അപ്പോൾ പ്രകാരം ആ സൽഗുണശീലനും ബ്രഹ്മത്തിലും ബ്രാഹ്മണരിലും ഭക്തനും ദീനരിൽ കരുണയുള്ളവനും ധർമ്മത്തിൻ്റെ അതിർവരമ്പുകൾ കാത്തുരക്ഷിക്കുന്നവനുമായിരിക്കുന്ന ധ്രുവ ചക്രവർത്തിയെ പ്രജകൾ സ്വന്തം അച്ഛനെ പോലെ കരുതി ധ്രുവൻ 36,000 സംവത്സരക്കാലം ഭൂമി അടക്കി ഭരിച്ചു. അക്കാലം അത്രയും സുഖഭോഗങ്ങൾ അനുഭവിച്ച് പുണ്യം ക്ഷയിപ്പിച്ചും ത്യാഗം സഹിച്ച് പാപം ക്ഷയിപ്പിച്ചും പ്രാരബ്ധ കർമ്മത്തിൽ നിന്നും വിമുക്തനായി. പ്രാരബ്ധം അനുഭവിച്ചു തീരണം എന്നാണ് ഭാഗവതവും ഇതര ശാസ്ത്രങ്ങളും അനുശാസിക്കുന്നത്. ഇതിന് വേറെ പ്രതിവിധി ഒന്നും ഇല്ല. അപ്പോൾ പ്രാരബ്ധത്തിൽ പുണ്യഫലവും പാപഫലവും വരും. അത് രണ്ടും ക്ഷയിച്ചെങ്കിൽ മാത്രമേ മുക്തിക്ക് അർഹനാകുള്ളൂ. അപ്പോൾ സഞ്ചിതം പ്രായശ്ചിത്താദികളെ കൊണ്ട് ക്ഷയിപ്പിക്കാം. സഞ്ചിതം ആയിട്ടുള്ള ആ പ്രാരബ്ധം പ്രായശ്ചിത്തം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് ക്ഷയിപ്പിക്കാം. തഥാച വൃദ്ധസഞ്ചിതം സഞ്ചിതം പ്രായശ്ചിത്താദി തഥാച വൃദ്ധസൂര്യാരുണസംവാദേ ത്രിവിധം സഞ്ചിതാരബ്ധക്രിയമാണം ഇതി ധ്രുവം പ്രാരബ്ധകർമ്മണാം സൂത ഭോഗാദേവ ക്ഷയോ ഭവേത് സഞ്ചിതക്രിയമാണാനാം പ്രായശ്ചിത്തൈസ്തഥൈവ ച കർമ്മണാ കർമ്മണച്ഛേദ ഇതി വേദവിദോ വിദുഃ. ആയാസേന യഥാ യജ്ഞാദായസസ്യ നികൃന്തനം. ജ്ഞാനം യോഗം ഇത്യാദികളാലും സഞ്ചിതങ്ങളായിരിക്കുന്ന പ്രാരബ്ധങ്ങളെ ക്ഷയിപ്പിക്കാം. ജീവൻ മുക്തി വിവേകത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് അദ്ദേഹം ആ ഭോഗങ്ങൾ കൊണ്ട് പുണ്യക്ഷയവും അതുപോലെ ഭോഗങ്ങൾ ഉപേക്ഷിച്ചിട്ട് യജ്ഞാദ്യ അനുഷ്ഠാനങ്ങളെ കൊണ്ട് ആ പാപക്ഷയവും നേടി. അങ്ങനെ ഈ ഭൂമി മുഴുവൻ
36,000 സംവത്സരം ഭൂമിയെ പാലിച്ചു. അപ്പോൾ ശബ്ദസ്പർശ രൂപരസാദിഭോഗങ്ങളെ ധർമ്മത്തിന് വിരോധം വരാത്ത വിധത്തിൽ അനുഭവിച്ചതുകൊണ്ട് ആ പുണ്യകർമ്മത്തെയും വ്രതോപവാസാദികൾ കൊണ്ട് പാപകർമ്മത്തെയും ക്ഷയിപ്പിച്ചുകൊണ്ട് ധ്രുവൻ 36,000 വർഷം ഈ ഭൂമണ്ഡലത്തെ രക്ഷിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രജാ ഏവ ശീലസമ്പന്നം ബ്രഹ്മണ്യം തേ പിതൃവത് മേനിരേ. ആ പ്രജകൾ ധ്രുവനെ ഇപ്രകാരം ശീലസമ്പന്നം നല്ല സ്വഭാവഗുണമുള്ള ആളായിട്ടും ബ്രാഹ്മണപ്രിയനായിട്ടും അതുപോലെ സ്വന്തം പിതാവായിട്ടും ഒക്കെ അദ്ദേഹത്തെ സങ്കല്പിച്ചു. അപ്പോൾ ആ അദ്ദേഹമാണ് ഭോഗൈഹി, ചില ഭോഗാനുഭവങ്ങളാൽ പുണ്യക്ഷയം, പുണ്യത്തിൻ്റെ ക്ഷയവും, അഭോഗൈഹി, ചില ഭോഗങ്ങളെ ഉപേക്ഷിച്ച് അശുഭക്ഷയം, പാപത്തിൻ്റെ ക്ഷയവും കുറുവൻ വരുത്തിക്കൊണ്ട് 36 വർഷസാഹസ്രം 36,000 സംവത്സരക്കാലം ആ ഭൂമിയെ ഭരിച്ചു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ വ്യാഖ്യാനം വന്നിട്ട് സ ക്ഷിതിമണ്ഡലം, അങ്ങനെയുള്ള ആ ധ്രുവൻ ഈ ഭൂമിയെ 36 വർഷസാഹസ്രാണി 36,000 കൊല്ലം സംവത്സരക്കാലം ശശാസ ഭരിച്ചു എന്നുള്ളതാണ് ഇതിൽ വ്യാഖ്യാനം ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 14-ാമത്തെ ശ്ലോകം. ഏവം ബഹുസവം കാലം മഹാത്മാ വിചലേന്ദ്രിയഃ ത്രിവർഗോപൈകം നീത്വാ പുത്രായാദാൻ നൃപാസനം. ഏവം ബഹുസവം കാലം മഹാത്മാ വിചലേന്ദ്രിയഃ ത്രിവർഗോപൈകം നീത്വാ പുത്രായാദാൻ നൃപാസനം. അപ്പോൾ മഹാത്മാവായിരിക്കുന്ന ധ്രുവൻ ചാപല്യ ഇല്ലാത്ത ഇന്ദ്രിയങ്ങളോടുകൂടിയവനായിട്ട് ഇങ്ങനെ അനേക സംവത്സരക്കാലം ഇങ്ങനെ ആ ത്രിവർഗത്തിന് ഉതകും വിധം യജ്ഞങ്ങളെ കഴിച്ചിട്ട് ആ രാജസിംഹാസനത്തെ പുത്രന് കൊടുത്തു. രാജ്യത്തെ ഭരിച്ചിട്ട് വളരെ നീതിയോട് കൂടിയിട്ട് രാജ്യത്തെ ഭരിച്ചിട്ട് അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ രാജസിംഹാസനത്തെ പുത്രന് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഏവം ബഹുസവം കാലം, ഇപ്രകാരം അനേക സംവത്സരക്കാലം മഹാത്മാ അവിചലേന്ദ്രിയ, ഭഗവാൻ അല്ല ധ്രുവൻ മഹാത്മാവായിരിക്കുന്ന ധ്രുവൻ ഇന്ദ്രിയങ്ങളെ വിചലിപ്പിക്കാതെ കണ്ട്, ഇന്ദ്രിയങ്ങൾ ചാപല്യമില്ലാത്ത ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട് ആ ത്രിവർഗോപൈകം, ആ ത്രിവർഗത്തിന് ഉതകും വിധം രാജ്യത്തെ ഭരിച്ചിട്ട് നൃപാസനം, ആ രാജസിംഹാസനത്തെ പുത്രന് അദാത് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അനേകം സംവത്സരക്കാലം ഇങ്ങനെ ധർമാർത്ഥകാമങ്ങളെയൊക്കെ ഭുജിച്ച് അതിൽ പിന്നെ പുത്രനായിക്കൊണ്ട് രാജ്യത്തെ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. മഹാത്മാവായിരിക്കുന്ന ധ്രുവൻ അവിചലേന്ദ്രിയം, ചാപല്യമില്ലാത്ത ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട് ബഹുസവം കാലം, അനേക സംവത്സരക്കാലം, ഏവം ഇങ്ങനെ ത്രിവർഗോപൈകം, ത്രിവർഗത്തിന് ഉതകും വിധം, നീത്വ കഴിച്ചിട്ട്, നൃപാസനം രാജസിംഹാസനത്തെ പുത്രന് അദാത് കൊടുത്തു. എന്നുകൂടി പറയാം. മഹാത്മാവായിരിക്കുന്ന ധ്രുവൻ അവിചലേന്ദ്രിയ, ചാപല്യമില്ലാത്ത ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട് ബഹുസവം കാലം, അനേക സംവത്സരക്കാലം, ഏവം ഇങ്ങനെ ത്രിവർഗോപൈകം, ത്രിവർഗത്തിന് ഉതകും വിധം, നീത്വ രാജ്യത്തെ ഭരിച്ചിട്ട് കഴിച്ചിട്ട്, നൃപാസനം രാജസിംഹാസനത്തെ പുത്രന് അദാത് കൊടുത്തു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് മഹാത്മാ അവിചലേന്ദ്രിയ ബഹുസവം കാലം ഏവം ത്രിവർഗോപൈകം നീത്വ നൃപാസനം പുത്രായ അദാത്.
മഹാത്മാ ധ്രുവഃ അവിചലേന്ദ്രിയഃ ബഹുസവം കാലം ഏവം ത്രിവർഗോപൈകം നീത്വാ നൃപാസനം പുത്രായ അദാത്. ഇപ്രകാരം മഹാത്മാവായിരിക്കുന്ന ധ്രുവൻ ചാബല്യമില്ലാത്ത ഇന്ദ്രിയങ്ങളോട് കൂടിയവനായിട്ട് അനേക സംവത്സരക്കാലം ഇങ്ങനെ ആ ത്രിവർഗത്തിനുതകും വിധം രാജ്യം ഭരിച്ച് രാജസിംഹാസനത്തെ പുത്രനായി കൊടുത്തു. പ്രകാരം അനേകം സംവത്സരക്കാലം മഹാത്മാവായ ധ്രുവൻ ഇന്ദ്രിയ ചാബല്യം കൂടാത്തവനായിട്ട് അർത്ഥകാമങ്ങളെയൊക്കെ ഭുജിച്ച് അതിൽ പിന്നെ പുത്രനായിക്കൊണ്ട് രാജ്യത്തെ നൽകി വിരമിച്ചു. സവം എന്നതിന് സംവത്സരം എന്നും യാഗമെന്നും ശ്രീധരാചാര്യ അർത്ഥം കൽപ്പിക്കുന്നുണ്ട്. ബഹവഹ സവാഹ അനേക യാഗങ്ങൾ കഴിച്ചിട്ട് യാഗാ സംവത്സരാവായസ്മിംസ്തം. ധ്രുവന് കൽപ്പൻ, വത്സരൻ, ഉൽക്കലൻ എന്നിങ്ങനെ 3 പുത്രന്മാർ ഉണ്ടായിരുന്നു. കൽപ്പൻ, വത്സരൻ, ഉൽക്കലൻ എന്നിവരാണ് ധ്രുവൻ്റെ പുത്രന്മാർ. അങ്ങനെ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവരിൽ വത്സരനെ ആണ് ധ്രുവന് ശേഷം രാജാവായിട്ട് അവരോധിച്ചതെന്ന് 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വത്സരനെയാണ് അതിൽ ധ്രുവന് ശേഷം രാജാവായിട്ട് കൽപ്പിച്ചത്. അപ്പോൾ ആ മഹാത്മാവ് ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ച് ഇങ്ങനെ വളരെ കാലം ധർമാർത്ഥകാമങ്ങൾക്കായിട്ട് ജീവിച്ച് വിരക്തനായി തീർന്ന് വിരക്തി വന്നതോടെ ആ രാജസിംഹാസനം പുത്രനെ ഏൽപ്പിച്ചു. അപ്പോൾ ആ ഉദാരമനസ്സും അക്ഷീണങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും ഉള്ള ആ ധ്രുവൻ ധർമാർത്ഥകാമങ്ങൾ എന്ന 3 പുരുഷാർത്ഥങ്ങളെ സാധിച്ചു. ആ ത്രിവർഗോപൈകം എന്ന് പറയുന്നത് അതാണ്. ധർമാർത്ഥ കാമങ്ങൾ ആകുന്ന 3 പുരുഷാർത്ഥങ്ങളെയും സാധിച്ചുകൊണ്ട് ബഹുസംവത്സരം കാലം അനവധി സംവത്സരക്കാലം മഹാന്മാരുടെ ഉപദേശത്തിൻ്റെയും ഭഗവത് ഭക്തിയുടെയും ഫലമായിട്ട് വിഷയങ്ങളിൽ വിരക്തി വന്നവനായിട്ട് ആ ധർമാസനത്തെ പുത്രനായിരിക്കുന്ന ആ വത്സന് നൽകി എന്നുള്ളതാണ് പറയുന്നത്. ഇവിടുത്തെ വ്യാഖ്യാനത്തിൽ ഏവം അനേക യജ്ഞേർ ബഹുകാലം അനവധി യജ്ഞങ്ങളൊക്കെ ചെയ്തിട്ട് ഏവം അനേക യജ്ഞേർ ബഹുകാലം ചെയ്ത് നീത്വ ആ എന്താ പറഞ്ഞിരിക്കുന്നത് അനേക കാലം ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ആ ധർമാർത്ഥകാമങ്ങളാൽ ആ 3 പുരുഷാർത്ഥങ്ങളെ സാധിച്ചു. എന്നിട്ട് അതിനെയൊക്കെ സാധിച്ചിട്ട് അതിൽ വിരക്തി വന്നു. അതിനെയൊക്കെ സാധിച്ചിട്ട് അതിൽ വിരക്തനായി അദ്ദേഹം. അപ്പോൾ അതിൽ നിന്നും നിവർത്തിച്ചു. അങ്ങനെ വിരക്തനായിരിക്കുന്ന അദ്ദേഹത്തിന് നീത്വ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അസുഖദുഃഖാദി ഭോഗഭോഗൈ അസുഖദുഃഖം തുടങ്ങിയിരിക്കുന്ന ആ ഭോഗങ്ങളും അഭോഗങ്ങളും അവയിലൊക്കെ പുണ്യപാപക്ഷയം കുറുവൻ പുണ്യക്ഷയവും പാപക്ഷയവും ഒക്കെ ഉണ്ടാക്കി ഏവം ബഹുകാലം അങ്ങനെ അനവധി കാലം ത്രിവർഗസാധകം ഈ ധർമാർത്ഥകാമത്തിനായിട്ട് വേണ്ടി ചെയ്തിട്ട് അതിനെയൊക്കെ വേണ്ട വിധത്തിൽ ചെയ്ത് വിശ്വമാത്മനി മായാരചിതം മന്യമാനഃ ഇത് വെറും ആ വിശ്വം ഒക്കെ ഒരു മായാരചിതം ആയിരിക്കുന്ന അതാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. അങ്ങനെ പുത്രായ രാജ്യം ദത്വ പുത്രനായിട്ട് ആ രാജ്യത്തെ കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഏവം അനേക യജ്ഞേർ ബഹുകാലം നീത്വ ബഹുകാലം അനേകം യജ്ഞങ്ങളെ യജിച്ചുകൊണ്ട് സുഖദുഃഖാദിഭോഗ ആഭോഗൈ സുഖം ദുഃഖം തുടങ്ങിയിരിക്കുന്ന ഭോഗങ്ങളും അഭോഗങ്ങളും അവയെ കൊണ്ടും പുണ്യപാപക്ഷയം കുറുവൻ പുണ്യക്ഷയവും ഉണ്ടാക്കി പാപക്ഷയവും ഉണ്ടാക്കി. അങ്ങനെ ആ മോക്ഷത്തിന് അർഹമായിരിക്കുന്ന അവസ്ഥ അതായത് വിരക്തനായിത്തീർന്നു എന്നർത്ഥം. ഏവം ബഹുകാലം ഇപ്രകാരം വളരെ കാലം ത്രിവർഗസാധകം നീത്വേദം ആ ധർമാർത്ഥകാമങ്ങളെയൊക്കെ വേണ്ട വിധത്തിൽ സാധിച്ചിട്ട്
വിശ്വമാത്മനി ഈ വിശ്വത്തെ തൻ്റെ ഉള്ളിൽ മായാരചിതം മന്യമാനഃ ഒരു മായാരചിതമായിട്ടുള്ളതാണെന്ന് മാനിച്ചുകൊണ്ട് ആ രാജ്യത്തെ പുത്രായ രാജ്യം ദത്വ പുത്രന് ആയിക്കൊണ്ട് രാജ്യത്തെ കൊടുത്തു. അപ്പോൾ ഏവം അനേകയജ്ഞേർ ബഹുകാലം നീത്വാ സുഖദുഃഖാദി ഭോഗാഭോഗൈ പുണ്യപാപക്ഷയേ കുർവൻ ഏവം ബഹുകാലം ത്രിവർഗസാധകം നീത്വേദം വിശ്വമാത്മനി മായാരചിതം മന്യമാനഃ പുത്രായ രാജ്യം ദത്വ. അപ്പോൾ അതാണ് 14-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്തത് 2 ശ്ലോകങ്ങൾ കൂടിയിട്ടുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഈ 14-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ നല്ലപോലെ കേട്ട് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ.